ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ഗ്ലോബൽ ന്യൂസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ആദ്യമേ തന്നെ ഗാസയിൽ നടക്കുന്ന ഒരു വിഷയം. ഗാസയിൽ 112 പേരുടെ ഫ്യൂണറൽ സെറമണിയാണ് ഇന്നലെ നടന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഞാനിവിടെ പങ്കുവച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ നവംബർ 2023 ഇസ്രായേൽ വലിയ റെസിഡൻഷ്യൽ ബ്ലോക്ക് അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. വലിയ ബ്ലോക്കാണ്. ആ ബ്ലോക്കിൽ ശരിക്കും 300-ലധികം പേര് ആ ഒറ്റ ബ്ലോക്കിൽ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു. റെസിഡൻഷ്യൽ ബ്ലോക്ക് എന്നാണ് ഹമാസ് പറയുന്നത്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഹമാസിൻ്റെ ഒളിത്താവളങ്ങളാണത്. ഹമാസ് അത് കമാൻഡ് സെൻറ്ററായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബിൽഡിംഗ് ആണെന്നാണ് ഇസ്രായേൽ പറഞ്ഞിട്ട് അത് അറ്റാക്ക് നടത്തിയിരുന്നത്. അപ്പോൾ ആ ബിൽഡിംഗ് അടിച്ച് വീഴ്ത്തിയ സമയത്ത് അതിനുള്ളിൽ താമസിച്ചിരുന്ന ആൾക്കാരൊക്കെ തന്നെ ആ ഡെബ്രിക്കുള്ളിൽ തന്നെ കുടുങ്ങിക്കിടന്ന് മരിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ആ ഡെബ്രിയൊക്കെ നീക്കം ചെയ്തതിൽ ഇപ്പം 112 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് അവർ ബരിയൽ സെറമണി ഗാസയ്ക്കുള്ളിൽ ഇന്നലെ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. الله أكبر سنصبر الله أكبر حتى يرضى الله الله أكبر الله أكبر ولله الحمد الله أكبر شهداء عند الله والشهداء عند ربهم لهم أجرهم ونورهم الله أكبر. അമേരിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളുടെ മേളിൽ കനത്ത സമ്മർദ്ദം അപ്ലൈ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ICCയുമായിട്ട് അവർ വെച്ചിരിക്കുന്ന അലയൻസ് പിൻവലിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയുടെ മേളിലാണ് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ട് സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിനെതിരെ ICCയിൽ വളരെയധികം സ്ട്രോങ് ആയിട്ട് പാർട്ട്ണറായിട്ട് ചേർന്ന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ട്രംപ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ICCയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ICCയുടെ ചീഫ് പ്രോസിക്യൂട്ടറായിട്ട് പ്രവർത്തിച്ചിരുന്ന കരീം ഖാനെ നീക്കം ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ ഒന്നുമില്ലാത്ത അവസ്ഥയിലാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. പിന്നെ ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത് ഹമാസിനെതിരെ ഒരു തരത്തിലുള്ള നീക്കങ്ങളും എടുക്കാതെ, പലസ്തീനെതിരെ ഒരു തരത്തിലുള്ള നീക്കങ്ങളും എടുക്കാതെ, ഇസ്രായേലിനെതിരെ മാത്രം കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയ പശ്ചാത്തലത്തിലാണ് ശരിക്കും അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്നിട്ട് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്ത് ചീഫ് പ്രോസിക്യൂട്ടറെ തന്നെ നീക്കം ചെയ്തിരിക്കുന്നത്. അയാളുടെ പേരിലൊരു പീഡന കേസ് ഉണ്ടായിരുന്നു. ആ കേസ് അന്വേഷിച്ച് അതിൽ തെളിവുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചീഫ് പ്രോസിക്യൂട്ടറായിട്ടുള്ള പാകിസ്ഥാൻ ഒറിജിൻ കരീം ഖാനെ നീക്കം ചെയ്തത്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ ക്രോക്കഡൈൽസ്, മുതലകളെ കൊണ്ട് ജയിലിൻ്റെ ചുറ്റിലും പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി. ഇതാമിർ ബെൻഗിവറാണ് ഇത്തരത്തിലുള്ള ക്രേസി ഐഡിയാസ് കൊണ്ടുവരുന്നത്. അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ജയിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാതൃകയിൽ ഒരെണ്ണം ഇസ്രായേലിൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ കൊടും കുറ്റവാളികളെ അവിടെ കൊണ്ട് പാർപ്പിക്കാം. അവർക്ക് പിന്നീട് എസ്കേപ്പായി പോകാനും പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭീകര ജയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു ഇതാമിർ ബെൻഗിവർ മുന്നോട്ട് വെച്ചത്. പുള്ളിക്കാരൻ ആ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി മിനിസ്റ്ററാണ്. അപ്പോൾ ആ വിഷയം കോടതിയിലേക്ക് എത്തിയപ്പോൾ ഇസ്രായേലിൻ്റെ കോടതി അതിനെ സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ക്രൊക്കഡൈൽ ജയിൽ ഇവിടെ വേണ്ട എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ കോടതിയുടെ തീരുമാനം. ഖത്തർ പറഞ്ഞിരിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള നെഗോസിയേഷൻ ഓൺ ഗോയിങ് ആണ്. അതായത് ഇറാനും അമേരിക്കയും നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നില്ല. ശരിക്കും അമേരിക്കയുടെ ഒരു ഹാർഡ് ഹിറ്റ് അറ്റാക്കിനെ തടഞ്ഞു വെച്ചുകൊണ്ട് അറബ് രാജ്യങ്ങളായിട്ടുള്ള പ്രത്യേകിച്ച് ഖത്തർ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഇറാൻ്റെ അടുത്ത് സംസാരിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാം എന്നുള്ളൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രോമിസിൻ്റെ പേരിലാണ് ശരിക്കും സൗദി അറേബ്യ, ഖത്തർ, അതുപോലെ തന്നെ ഒമാൻ, ഈ 3 രാജ്യങ്ങളും കൂടി ചേർന്നിട്ടാണ് അമേരിക്കയ്ക്ക് ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ഒരു ലാസ്റ്റ് ചാൻസ് തരണം, ആ ലാസ്റ്റ് ചാൻസ് ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം, സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഇറാന് മേളിൽ ഒരു ആക്രമണം നടത്താതെ തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് വളരെ സ്മൂത്തായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലതല്ലേ. അപ്പോൾ ആ രീതിക്ക് ഒന്ന് ശ്രമിക്കാം, ലാസ്റ്റ് ചാൻസ് തരണമെന്ന് പറഞ്ഞിട്ട് ഈ 3 രാജ്യങ്ങളും ചോദിച്ച് വാങ്ങിച്ചിട്ട്, പ്രത്യേകിച്ച് ഖത്തർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിൻ്റെ അടുത്ത് സംസാരിച്ച് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ഇറാനുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇത് ഇറാൻ അമേരിക്ക മീഡിയേഷൻ അല്ല. അതുകൊണ്ടാണ് ഇറാൻ ഇതിനെ ആവർത്തിച്ച് പറയുന്നത്, ഞങ്ങൾ അമേരിക്കയുമായിട്ടല്ല ചർച്ച നടത്തുന്നത്, ഞങ്ങൾ ഒമാനുമായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഒരു ഫ്രീ നേവിഗേഷൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണ് ഞങ്ങൾ നടത്തുന്നത്. ഇതിനകത്ത് ഒറ്റൊരു വിഷയം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇറാൻ ആരുമായിട്ടാണ് ചർച്ച നടത്തേണ്ടത്?
ഇറാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെ കടന്നു വരുന്ന കപ്പലുകളെ ആക്രമിക്കാതിരുന്നാൽ പോരെ, തീർന്നല്ലോ പ്രശ്നം. പിന്നെ ഇത് ഇവർ ആരുമായിട്ടാണ് ചർച്ച നടത്തുന്നത്? അവിടെ ഒന്നെങ്കിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കപ്പലുകളെ ആക്രമിക്കുന്നത് അമേരിക്ക, അല്ലാന്നുണ്ടെങ്കിൽ മറ്റു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടും അതേപോലെ അമേരിക്ക, ഇസ്രായേൽ, മറ്റു ഏതൊരു രാജ്യത്തിൻ്റെയും കപ്പലുകൾ ഇറാന്റെ പെർമിഷൻ ഇല്ലാതെ കടന്നു വരുന്നെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ കപ്പലുകളെ ആക്രമിക്കുന്നത് IRGC ആണ്. IRGCയുടെ സെപ്പ നേവിയാണ് അവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. പിന്നെ ഇവർക്ക് ഇവിടെ ഒരു ഫ്രീ നേവിഗേഷനോ അല്ലെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഒരു സ്മൂത്ത് ട്രാൻസ്പോർട്ടേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഇവർ ആരുമായിട്ടാണ് ചർച്ച നടത്തേണ്ടത്? ഇവരെന്തിനിപ്പോൾ ഒമാനുമായിട്ട് ചർച്ച നടത്തിയിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇവർ സ്വയമേയാണ് തീരുമാനമെടുത്ത് മാറി നിൽക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഉള്ള പന്തികേട് മനസ്സിലായല്ലോ. ഇതാണ് ശരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നാടകം. ഇത് ശരിക്കും ഒരു നാടകം മാത്രമാണ്. ഒന്നെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് കുറച്ച് ടൈം ലൈൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു, അല്ലാന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഈ കോൺഫ്ലിക്റ്റ് ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് അവരുടെ ഷിപ്പിംഗ് കൃത്യമായിട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അങ്ങനെ വേണമെങ്കിലും ഇതിനെ വിലയിരുത്താം. പക്ഷേ ഇതിനകത്തൊരു മീഡിയേഷൻ നടക്കുന്നില്ല. കാരണം IRGCയുമായിട്ട് ഇവർ ആരും തന്നെ ചർച്ച നടത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സൗദി അറേബ്യയ്ക്കുള്ളിൽ യമനികൾ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹൂത്തികൾ ഡ്രോൺ അറ്റാക്കാണ് നടത്തിയത്. എനിവേ അതൊരു സൈഡിലിരുന്നാലും സൗദി അറേബ്യ ശരിക്കും പറഞ്ഞാൽ ഹൂത്തികളെ പേടിച്ചിട്ട് ബാബൽ മന്ദേബ് വഴി ഇപ്പം യാത്ര ചെയ്യുന്നില്ല, അവരുടെ കപ്പലുകളെ ഇപ്പോൾ കടത്തി വിടുന്നില്ല. അങ്ങനെ സൗദി അറേബ്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയെ റൗണ്ട് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇത് ആരുടെ നിർദ്ദേശത്തെ തുടർന്നാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ട് ഈ വിഷയങ്ങളൊക്കെ സൗദി അറേബ്യ ചർച്ച നടത്തിയിട്ട് തന്നെയാണ് ഈ ഒരു യാത്രാമാർഗം അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ വാശിയും വൈരാഗ്യവും സൗദി അറേബ്യയ്ക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയിട്ട് അമേരിക്കയെ കൊണ്ട് തന്നെ ഹൂത്തികൾക്ക് നേരെ അറ്റാക്ക് നടത്താൻ സൗദി അറേബ്യ ശ്രമിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫോഴ്സിന് അവർ ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കി അറ്റാക്ക് നടത്താൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് സൗദി അറേബ്യ. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇറാന്റെ മേളിൽ അടുത്ത ഘട്ട ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ആ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് അവർ കുർദിഷ് മേഖലയിൽ, എർബിലിൽ കുർദിഷ് മേഖലയിലുള്ള അമേരിക്കൻ സോൾജേഴ്സിനെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ്. അതുപോലെ ജോർദാന്റെ ബേസിൽ നിന്നും ഒഴിപ്പിക്കുകയാണ്. അങ്ങനെ നിരവധി മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ നിന്നും അമേരിക്കൻ സോൾജേഴ്സിനെ അവർ ഒഴിപ്പിക്കുകയാണ്. ഇതിന് പ്രധാനമായിട്ട് എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും അടുത്ത ഘട്ട ആക്രമണം ശക്തമായ രീതിയിൽ രൂക്ഷമായ ആക്രമണം നടത്താനാണ് അമേരിക്ക പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇനി ഒരൊറ്റ അമേരിക്കയുടെ സോൾജേഴ്സ് മിഡിൽ ഈസ്റ്റിൽ മരണപ്പെടാൻ പാടില്ല, അഥവാ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്ക സേഫ് ആയിട്ടുള്ള ഒരു മൂവ്, ഒരു മാസീവ് അറ്റാക്കിന് തയ്യാറെടുക്കുകയാണ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നെഗോസിയേഷൻ, ഓയിൽ പ്രൈസ്, ഹൈക്ക് ഓയിൽ പ്രൈസ് ഡൗൺ, സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലെ യാത്ര, ഇതെല്ലാം വരും. ഈ ചർച്ചകളൊക്കെ നടക്കും. പക്ഷേ ഒന്നും ആവാൻ പോകുന്നില്ല, എങ്ങും എത്താനും പോകുന്നില്ല. ആക്രമണം മസ്റ്റാണ്, ഇന്നെവിറ്റബിൾ. അത് ആർക്കും തടയാൻ കഴിയില്ല എന്നുള്ളതാണ്. യമനിലെ ഹൂത്തികളാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയിലെ നജ്റാൻ എയർപോർട്ടിലേക്കാണ് ഹൂത്തികളുടെ ഡ്രോൺ വന്ന് പതിച്ചത്. അതായത് ഹൂത്തികൾ തുടർച്ചയായിട്ട് ആക്രമണം നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. എവറി ഡേ 1 or 2 അവർ ഏതെങ്കിലും തരത്തിൽ അവരുടെ ഒരു ഡിഫൻസ് ഡിറ്ററൻസ് അഥവാ അവരുടെ റെസിസ്റ്റൻറ്റ് അത് അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണെന്നുള്ളതാണ്. സൗദി അറേബ്യ ആഫ്രിക്ക ത്രൂ യാത്ര ചെയ്ത് പോയാലും സൗദി അറേബ്യയ്ക്കുള്ളിൽ ഞങ്ങൾ ഡ്രോൺ വെച്ച് അറ്റാക്ക് നടത്തുമെന്നുള്ളൊരു സൂചനയാണ് ഹൂത്തികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തുർക്കിയുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. ഇന്നലെ ബ്ലാക്ക് സീയിൽ വെച്ചിട്ട് തുർക്കിയുടെ 2 കപ്പലുകൾക്ക് നേരെ ഉക്രൈൻ്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. Все, уходим, всем держаться. Ты тоже давай с носа. Все 22. ഇതിനു മുമ്പ് റഷ്യ ഉക്രൈൻ്റെ പോർട്ടിൽ നിന്നും, അതായത് ഒഡീഷ പോർട്ടിൽ നിന്നും യാത്രയ്ക്ക് ഒരുങ്ങിയ തുർക്കിയുടെ 3 കപ്പലുകൾക്ക് നേരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ മാസം. ഈ മാസത്തെ തുടക്കത്തിൽ തന്നെ റഷ്യയുടെ പോർട്ടിൽ നിന്നും, റഷ്യയുടെ നോറോസിയസ് എന്ന് പറഞ്ഞ ആ ഒരു പോർട്ടിൽ നിന്നും തുർക്കിയുടെ കപ്പലുകൾക്ക് നേരെയാണ് ഉക്രൈൻ്റെ ഡ്രോൺ വന്ന് പതിച്ചത്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ തുർക്കി ഭയങ്കര ദേഷ്യത്തിലാണ്. തുർക്കി പറഞ്ഞിരിക്കുന്നത് റഷ്യയും ഉക്രൈനും കൂടി ചേർന്ന് ഒരു തീരുമാനമെടുക്കണം. ഇത്തരത്തിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ നിരന്തരം അറ്റാക്ക് നടത്തുന്നത് അത്ര നല്ല പരിപാടിയല്ല. നിങ്ങൾ തമ്മിൽ അടിയും ബഹളം വഴക്കും എന്തെങ്കിലും ആയിക്കോളൂ, പക്ഷേ മറ്റുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാണ് തുർക്കി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നോ യൂസ്. തുർക്കി വളരെയധികം ഉക്രൈനുമായിട്ട് ചേർന്ന് നിന്ന് നിലപാടെടുക്കുകയും റഷ്യക്കെതിരെ നിലപാടെടുത്തിരിക്കുന്ന രാജ്യം കൂടിയാണ് തുർക്കി. കാരണം നാറ്റോയിലെ മെമ്പറുമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. ഇവിടെ ആർട്ടിക്കിൾ 5 പൊക്കി പിടിച്ചുകൊണ്ട് ആരും വരാൻ പോകുന്നില്ല. ഇതാണ് നാറ്റോയുടെ ഒരു പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥ. IDF ആണെന്നുണ്ടെങ്കിൽ ജുദയ സമാരിയ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ
തീവ്രവാദികൾക്കെതിരെയുള്ള ആ റെയ്ഡ് തുടരുകയാണ്. അത് എവറിഡേ റെയ്ഡ് നടക്കുകയാണ്. നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെബുൽസ് ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇസ്രായേലിനെതിരെ പ്രത്യേകിച്ച്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് നടത്താനിരുന്ന പല ആക്രമണങ്ങൾ, അതായത് പല തീവ്രവാദ ആക്രമണങ്ങളെ ചെറുത്ത് തോൽപ്പിച്ചതായിട്ടാണ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ കമ്മീഷണർ ഉർസുല ഫോണ്ടർ ലൈൻ അവർ പറഞ്ഞിരിക്കുന്നത് മൊറോക്കോയ്ക്ക് നമ്മൾ കൂടുതൽ സഹായം കൊടുത്ത് അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തണം. കാരണം മൊറോക്കോ ഏറ്റവും കൂടുതൽ നമ്മളുടെ അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള അഭയാർത്ഥികളുടെ കടന്നുവരവിനെ തടയുന്ന, ഇല്ലീഗൽ ഇമിഗ്രൻറ്റുകളെ തടയുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് മൊറോക്കോ. അപ്പോൾ മൊറോക്കോയുമായിട്ട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള രീതിയിൽ വളരെ സോപ്പിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം മൊറോക്കോ ഓൾറെഡി തന്നെ കൃത്യമായിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടയുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയുള്ളൂ. അതുപോലെ സ്പെയിൻ്റെ ഉള്ളിൽ സിയൂട്ടായിലൊക്കെ കടന്നു കയറിയ ഇല്ലീഗൽ എമിഗ്രൻറ്റുകൾ പലരെയും ഞങ്ങൾ ഡീപ്പോർട്ട് ചെയ്തു, ഇനി ആരും തന്നെ ഇവിടെ ഇല്ല എന്നൊക്കെ പെഡ്രോ സാൻഡേഴ്സിൻ്റെ ഗവൺമെൻറ് പറയാൻ ശ്രമിക്കുന്നെങ്കിലും പൊതുജനങ്ങൾ പറയുന്നത് ഇപ്പോഴും മൊറോക്കൻസ് സ്പെയിൻ്റെ ഉള്ളിലുണ്ട്. കടന്നു കയറി വന്നവർ ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ട്. ബഹുഭൂരിപക്ഷം ആൾക്കാരും സ്പെയിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് സ്പെയിൻ്റെ പൊതുജനങ്ങളുടെ വിലയിരുത്തൽ. എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ മാത്രമേ കൂടുതൽ ഇതിൻ്റെ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. കാരണം ഇപ്പോൾ ജസ്റ്റ് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് അത് 85,000 ആൾക്കാർ കയറി വന്നു, ഞങ്ങൾ എല്ലാവരെയും പിടിച്ച് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സ്പെയിൻ ഗവൺമെൻറ്. പക്ഷേ ഇത് അത്ര വിശ്വസിക്കത്തക്ക ഒരു വാർത്തയല്ല. കാരണം വന്ന ആൾക്കാരുടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂജാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്പെയിൻ ഇതിനെ മാനേജ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് തെളിവൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ. പൊതുജനങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിരവധി പേർ ഇപ്പോഴും സ്പെയിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് തന്നെയാണ് അവിടുത്തെ പൊതുജനങ്ങൾ, ലോക്കൽസ് പറയുന്നത്. ലെബനീസ് പ്രൈം മിനിസ്റ്റർ നവാഫ് സലാം പറഞ്ഞിരിക്കുന്നത് ഹെസ്ബുള്ള ഒരു തീവ്രവാദ സംഘടനയാണ്, അവരെ എത്രയും വേഗം നാട് വിടണമെന്നാണ് നവാഫ് സലാം പറഞ്ഞിരിക്കുന്നത്. 6 വർഷത്തിന് മുമ്പ് ഇതേ ദിവസം ബെയ്റൂത്ത് നഗരത്തിൽ ഒരു നോൺ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, ലോകം നടുങ്ങിയ ഒരു എക്സ്പ്ലോഷൻ ആയിരുന്നു. പൊട്ടിച്ചാൽ പോലും, ആണവായുധം വെച്ച് പൊട്ടിച്ചാൽ പോലും അത്തരത്തിലുള്ളൊരു ബ്ലാസ്റ്റ് നമുക്ക് കാണാൻ കഴിയില്ല. അത്തരത്തിലുള്ളൊരു പൊട്ടിത്തെറിയാണ് 6 വർഷങ്ങൾക്ക് മുമ്പ് 2020 സംഭവിച്ചത്. 2014 മുതലേ അമോണിയം നൈട്രേറ്റ് എന്ന് പറഞ്ഞ പൊട്ടിത്തെറിക്കാൻ പോസിബിലിറ്റിയുള്ള ആ ഒരു കെമിക്കൽ ബെയ്റൂത്തിൻ്റെ പോർട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ഏത് രീതിയിൽ അതിനെ സൂക്ഷിക്കണോ ആ രീതിയിൽ സൂക്ഷിക്കാത്തത് കൊണ്ട് തന്നെയാണ് അത് പൊട്ടിത്തെറിച്ചത് എന്നുള്ള കണ്ടെത്തലുകളൊക്കെയാണ് പിന്നീട് വന്നത്. പക്ഷേ ഇത് സൂക്ഷിച്ച ആൾക്കാർ ആരാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, ഇതൊന്നും തന്നെ ലെബനീസ് ഗവൺമെൻറ് ഇപ്പോൾ ഇത്രയും വർഷമായിട്ടും 6 വർഷമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ നടപടിക്രമങ്ങൾ പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. പൊട്ടിത്തെറിഞ്ഞു പറഞ്ഞാൽ വളരെ ഹ്യൂജ് ആയിരുന്നു. ആ സെയിം ഡേ ആണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വാർത്ത നമ്മളിവിടെ ഓർമ്മിപ്പിച്ചത്. കാരണം ഈ അപകടത്തിൽ ഏതാണ്ട് 2200 പേരോളം സ്പോട്ടിൽ തന്നെ മരിച്ചിരുന്നു. അതുമാത്രമല്ല ഏതാണ്ട് 3 ലക്ഷം ആൾക്കാർക്ക് വീട് നഷ്ടപ്പെട്ടു. അത് ബെയ്റൂത്തിലുണ്ടായ ഒരു പൊട്ടിത്തെറിയിൽ ടെലവീവ് എന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ നഗരം തിളങ്ങിയിരുന്നു എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നത്. ടെലവീവ് തിളങ്ങിയിരുന്നു, അത്രമാത്രം പ്രകാശമായിരുന്നു ആ ഒരു പൊട്ടിത്തെറിക്ക്. സാധനം അമോണിയം നൈട്രേറ്റ് ആയിരുന്നു. ഇസ്രായേലിൻ്റെ ഉള്ളിൽ സെൻട്രൽ ഇസ്രായേൽ ത്രൂ ബെൻഷെമൻ വരെ ഒരു വലിയ വൈൽഡ് ഫയർ, കാട്ടുതീ പടർന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ. 14 ഫയർ ഫൈറ്റിംഗ് എഞ്ചിൻസ്, അതേപോലെ 4 എയർക്രാഫ്റ്റുകൾ കൊണ്ടുവന്ന് കൃത്യമായിട്ട് തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ഇസ്രായേലിൻ്റെ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ സിവിൽ ഡിഫൻസ്. അത് ശക്തമായ കാറ്റുള്ളത് കൊണ്ട് തന്നെ തീ ഇങ്ങനെ ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വാഷിങ്ടണിൽ വൈൽഡ് ഫയർ, കാട്ടുതീ പടർന്ന് പിടിക്കുകയാണ് ചെയ്തത്. ഏതാണ്ട് 10,000 ഏക്കറോളം കത്തി നശിച്ചു പോയിട്ടുണ്ട്. ഏതാണ്ട് 64,000 മുതൽ 67,000 റെസിഡൻസിനെ ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. 700ഓളം വീടുകൾ ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ട്. 1100 ഫയർ ഫൈറ്റിംഗ് എഞ്ചിൻസ് കൊണ്ടുവന്നിട്ടാണ് തീ കെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുന്നത്. ഒരു 37 വയസ്സുകാരനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇനിഷ്യൽ ഫയർ സ്പാർക്ക് ഉണ്ടായത് ഇയാളുടെ ഒരു അലക്ഷ്യമായിട്ടുള്ള പ്രവൃത്തി കൊണ്ടാണ് എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് ഈ 37 വയസ്സുകാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ റഷ്യയ്ക്കുള്ളിൽ ഓവർനൈറ്റ് 3 ഡ്രോൺ അറ്റാക്ക് സക്സസ്ഫുൾ ആയിട്ട് നടത്തിയിട്ടുണ്ട്. 3 കീ ലൊക്കേഷൻസാണ് ഉക്രൈൻ ടാർഗറ്റ് ചെയ്ത് വിജയകരമായിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നത് റഷ്യയ്ക്കുള്ളിൽ. അത് 3 വെയർഹൗസ് ഫെസിലിറ്റീസ് അക്രോസ് റഷ്യ. പ്രത്യേകിച്ച് ഈ വൈൽഡ് ബെറീസ് എന്ന് പറയുന്ന ഇ കൊമേഴ്സ് കമ്പനിയുടെ വെയർഹൗസ് ആണ് ഏറ്റവും കൂടുതൽ ഉക്രൈൻ ടാർഗറ്റ് ചെയ്തത്. Здесь тепло. Тепло, да, доходит. റഷ്യൻ പൗരന്മാർ 5 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഉക്രൈൻ്റെ ആക്രമണത്തിൽ. 10 പേര് മോസ്കോയിൽ വൂണ്ടഡ് ആണ്. ഷിയ മുസ്ലിംസിൻ്റെ ഇമാം ഹുസൈൻ്റെ
സാക്രിഫൈസിൻ്റെ ഓർമ്മ പുതുക്കൽ ദിവസമായിട്ടുള്ള ഇന്നലെ ഹെസ്ബുള്ളയുടെ നേതാവായിട്ടുള്ള നഈം കാസിം വലിയ രീതിയിലുള്ള പ്രസ്താവനകളുമായിട്ട് ലെബനൻ്റെ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഡിപ്ലോമാറ്റിക്കലി വലിയ വിജയം നടത്തിയിട്ടുണ്ടാവാം, അവർക്ക് വലിയ രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് സക്സസ് കിട്ടിയിട്ടുണ്ട്, അതിൽ യാതൊരു തർക്കമില്ല. പക്ഷേ അവർ ഗ്രൗണ്ടിൽ പരാജയപ്പെട്ട ആൾക്കാരാണ്. അസ് ലോങ് എസ് ഹെസ്ബുള്ള ലെബനൻ്റെ ഉള്ളിൽ തുടരുന്ന കാലയളവിൽ ഒരിക്കലും ഇസ്രായേലിനൊരു വിജയം സാധ്യമാക്കി കൊടുക്കില്ല. അതേപോലെ തന്നെ സിറിയ ഞങ്ങളുടെ നെയ്ബറാണ്, സിറിയയുമായിട്ട് ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനു മുമ്പ് ആസാദ് റെജീമിന് വേണ്ടിയിട്ട് കുഴലോത്ത് നടത്തിയിരുന്ന ഹെസ്ബുള്ളയാണ് ഇപ്പോഴത്തെ അമേരിക്കൻ പിന്തുണയോടുകൂടി അവിടെ ഭരിക്കുന്ന അഹമ്മദ് അൽ ഷാരയ്ക്ക് സോളിഡാരിറ്റിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഹെസ്ബുള്ള. സിറിയ ഞങ്ങളുടെ ബ്രദർലി നേഷനാണ്. അപ്പോൾ അതുകൊണ്ട് സിറിയയുമായിട്ട് ഞങ്ങൾക്ക് ചർച്ചയാവാം, എന്ത് തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവാം. വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ, വേറെ മാർഗ്ഗമില്ല. കാരണം 4-3-7 ഹെസ്ബുള്ള മെമ്പേഴ്സേ ഉള്ളൂ അവിടെ. ആ 4-3-7 മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ നഈം കാസിം ഇങ്ങനെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ ഈ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നു. തെഹ്റാനിൽ സംഷാബാദ് ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ, തെഹ്റാൻ്റെ അടുത്താണ്, അവിടെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി. എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അവിടെ ഒരു പൊട്ടിത്തെറി വന്നിട്ട് ഒരു പ്ലാന്റ് കത്തി നശിച്ചു പോയിട്ടുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന മാപ്പ് കണ്ടല്ലോ, സൗദി അറേബ്യ ആയിക്കോട്ടെ മറ്റുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ കപ്പലുകൾ എടുത്തുകൊണ്ട് ആഫ്രിക്കയെ വലം വെച്ചിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആക്രമണം ഉറപ്പാണ്. കാരണം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ബുധനാഴ്ചയോടുകൂടി ഒരു തീരുമാനത്തിൽ എത്തിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഒരു തരത്തിലുള്ള പ്രോഗ്രസ്സും ഉണ്ടായിട്ടില്ല. ഇനി പ്രോഗ്രസ് ഉണ്ടായാലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങളോ നീക്കുപോക്കുകളോ നടക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആക്രമണം തുടരും, അതിരൂക്ഷമായ നിലയിൽ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.